എല്ലാവർക്കും DS കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അത് എന്താണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്ന റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 2 ടീസ്പൂൺ പൊടിച്ച വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15ഓളം ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ ഉള്ളി നല്ലതുപോലെ ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 1/4 മുറി തേങ്ങയാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ 8 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണിത്. പിറ്റേന്ന് നമ്മൾ മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് വേവിച്ച വൻപയറാണിത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം. മൂടി വെച്ച് 1-2 തവണ ഇളക്കി അടച്ചു കൊടുക്കണം. വൻപയറെല്ലാം നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ രുചികരമായ വൻപയർ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.